Hi friends, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓട്സ് കൊണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അതോടൊപ്പം ഓട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട്. വണ്ണം വെക്കാനും വണ്ണം കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഓട്സ് ഉപയോഗിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരം ആണ് ഓട്സ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതുപോലെ ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു ഹെൽത്തി ഫുഡ് തന്നെയാണ് ഓട്സ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നമുക്ക് ഓട്സ് കഴിക്കാം. ഓട്സ് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു എനർജി കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ ഇതെല്ലാം നമുക്ക് ഓട്സ് കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം നാരുകളുള്ള ഒന്നാണ് ഓട്സ്. അപ്പോൾ നമുക്ക് ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് ഓട്സ് കഴിക്കുന്നത്. ഇപ്പൊ ശരീരഭാരം കുറയ്ക്കാനല്ല കൂട്ടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് ഏത് രീതിയിൽ ഓട്സ് കഴിച്ചാലും അത് ശരീരഭാരത്തെ വലുതായിട്ട് ബാധിക്കാറില്ല. ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ ഇതുപോലുള്ള കാര്യങ്ങൾക്കായിട്ട് ഓട്സ് കഴിക്കുമ്പോൾ ഓട്സ് കഞ്ഞിയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചോറോ അല്ലെങ്കിൽ കഞ്ഞിയോ ഒക്കെ കഴിക്കുന്ന എഫക്റ്റ് തന്നെയാണ് ഓട്സ് കഞ്ഞിക്കും കിട്ടുക. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് ഓട്സ് എടുത്തിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് നമുക്ക് വ്യത്യസ്ത തരം വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഇപ്പോൾ വെയിറ്റ് കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് നോർമൽ പോലെ തന്നെ പാലിലൊക്കെ കാച്ചി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ കുട്ടികൾക്കും അതേ രീതിയിൽ പാലിൽ കാച്ചിട്ട് നട്ട്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി ഓട്സ് ഉപയോഗിച്ചിട്ട് ഒരു ഓംലെറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഞാനൊരു സിമ്പിൾ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഒരാൾക്കുള്ളത് ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ ഒരു അരക്കപ്പ് ഓട്സ് മതി, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുള്ള ഓട്സ് എടുത്താൽ മതിയാവും. നമ്മൾ ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഒരു ക്യാരറ്റ്, ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് കോവയ്ക്ക. നമ്മളൊരു കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതി ഞാൻ എടുത്ത് അതും ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഓട്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇനി വേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് കറിവേപ്പിലയ്ക്ക്. നമ്മുടെ മുടിയൊക്കെ വളരാനായിട്ടൊക്കെ ഒത്തിരി സഹായിക്കും. അതുപോലെ അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് നല്ലതാണ്. അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് 2 മുട്ടയാണ് വേണ്ടത്. 2 മുട്ട ഫുള്ളായിട്ട് എടുക്കുകയല്ല, അതിൻ്റെ വെള്ള മാത്രമാണ് നമ്മൾ ഇതിനെടുക്കുന്നത്. വെയിറ്റ് ലോസുകാർക്ക് വെള്ളം എടുത്താൽ മതി. ഇപ്പോൾ വെയിറ്റ് ഗെയിൻകാർക്കാണെങ്കിൽ ഒരു മുട്ട ഫുള്ളായിട്ട് ഇതിൽ ചേർക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതുപോലെ തന്നെ നമുക്ക് ദോശ കലക്കാനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് അതിലൊരു ലേശം എണ്ണ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് നമുക്ക് നമ്മുടെ ഓംലെറ്റിനുള്ള കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ഇതേവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, നല്ലതാണ്. നമുക്ക് ഇതിൻ്റെ ഒരു വശം വെന്ത് കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് മറുവശവും കൂടി വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഇത്തിരി കട്ടിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് മറിച്ചിടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും അടുപ്പത്തേക്ക് ആ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. ഇതിൽ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് വെറുതെ കഴിക്കാം. പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് നമ്മുടെ ഈസി ഓട്സ് ഓംലെറ്റ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് വിശക്കില്ല, നല്ല എനർജി ഫീൽ ചെയ്യും, വയറൊരു ഫുള്ളായിട്ടുള്ള ഒരു ഫീല് കുറേ സമയം തരും. പിന്നെ നമുക്ക് ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും ഇടയ്ക്ക് നമുക്ക് വെള്ളമൊക്കെ കുടിക്കാം. ഇൻ കേസ് നമുക്ക് വിശക്കുവാണെങ്കിൽ കുറച്ച് നട്ട്സോ അങ്ങനെയുള്ള വാൾനട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നതും ഹെൽത്തിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നവർ അങ്ങനെ ഇടയ്ക്ക് ഇപ്പോൾ ഒന്നിച്ച് കൂടുതൽ ഫുഡ് കഴിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് മിതമായിട്ട് കഴിച്ചതിന് ശേഷം ഇടയ്ക്കൊരൽപ്പം എന്തെങ്കിലും ചെറിയ രീതിയിലുള്ളതൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ സാലഡ്സോ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അത് നമുക്ക് ഇടയ്ക്ക് വിശക്കുവാണെങ്കിൽ കഴിക്കാം. അപ്പം നമുക്ക് ഒരുപാട് സമയം വിശന്ന് നിന്നിട്ട് അവസാനം ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ സമയത്ത് ഓവറായിട്ട് കഴിക്കാനുള്ള ടെൻഡൻസി നമുക്ക് കുറഞ്ഞു കിട്ടും. വയറ് നന്നായിട്ട് ഫുള്ളായിട്ട് അത്യാവശ്യം ഫുള്ളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ. ഇപ്പം പലരും ഓട്സ് ഏതാണ് നല്ലതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓട്സ് ശരിക്കും നമ്മുടെ വെയിറ്റ് ലോസിനും അതുപോലെ കൊളസ്ട്രോളിനും ഡയബറ്റിക്സിനും ഒക്കെ ഗുണം
കിട്ടണമെങ്കിൽ ഹോൾ ഗ്രെയിൻ ഓട്സ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഓരോ ഗ്രേഡുകളായിട്ടാണ് അതിന് തിരിച്ചിരിക്കുന്നത്. ഓട്സിനെ തന്നെ സാധാരണ കിട്ടുന്നത് ക്വിക്കർ ഓട്സ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഓട്സ് എന്നൊക്കെയുള്ള രീതിയിലാണ്. പ്രത്യേകിച്ചും ഒട്ടും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തത്, പ്രത്യേകിച്ച് ഇതുപോലെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ഇൻസ്റ്റന്റ് ഓട്സ്, അതായത് അതിൽ മസാലകളും കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്കിപ്പോൾ പല സാധനങ്ങളും അങ്ങനെ കിട്ടാറുണ്ട് സൂപ്പർ മാർക്കറ്റിൽ, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെയുള്ളത് ഉപയോഗിക്കുന്നത് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒട്ടും നല്ലതല്ല. നമ്മൾ സാധാരണ അരി യൂസ് ചെയ്യുന്നതും അതുപോലെ തവിട് മാറ്റാത്ത അരി യൂസ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് ഈ ഓട്സിലുള്ളത്. ഹോൾ ഗ്രെയിൻ ഓട്സും അതുപോലെ തന്നെ ക്വിക്കർ ഓട്സ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഓട്സ് പെട്ടെന്ന് പാചകം ചെയ്യാൻ സഹായിക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഓട്സും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. അപ്പോൾ നമ്മളിപ്പോൾ ചോറ് കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുക, ഒപ്പം വെജിറ്റബിൾസും ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമ്മുടെ വയറ് നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു രീതിയിലാണ് നമ്മൾ ശരിക്കും വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ചെയ്യേണ്ടത്. വണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫുഡിന്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുക, അതുപോലെ തന്നെ പല പല ടൈമായിട്ട് ഫുഡ് കഴിക്കുക. അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വണ്ണം കൂട്ടാനും തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെ തന്നെ വെയിറ്റ് കൂട്ടാനാണെങ്കിലും വെയിറ്റ് കുറക്കാനാണെങ്കിലും നമ്മൾ എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടുകയും നമുക്ക് കൂടുതൽ വിശപ്പുണ്ടാകുകയും ഒക്കെ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ സാധിക്കുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ അവരെ കൂടി പരിചയപ്പെടുത്തുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതെന്ന് ഞാൻ അറിയുന്നത് നിങ്ങളുടെ കമന്റ്സിലൂടെയാണ്. അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.